സ്പെസിഫിക്കാണ്. പ്രതിപക്ഷ നേതാവാണ് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ഇതാണ്, ഭൂമി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ പ്രതിപക്ഷ മീറ്റിംഗ്? കോൺഗ്രസിന്റെ ആവശ്യം, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിയോട്. ആ മീറ്റിംഗിൽ അല്ല, അങ്ങ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന പോയിന്റ്, അങ്ങ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു തരൂ. പറയൂ, അങ്ങ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ്? അല്ല, അങ്ങ് പ്രൂവ് ശരി ശരി ആ ചോദ്യം ശരി. എന്റെ ചോദ്യം അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഞങ്ങളുടെ തർക്കമല്ലല്ലോ പറയുന്നത്, ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അല്ലൊന്ന് പറയട്ടെ, ഇതുവരെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അങ്ങ് ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾ ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് ഭൂമി വാങ്ങാൻ വൈകി എന്നുള്ള വാർത്തയല്ലല്ലോ കൊടുത്തോണ്ടിരുന്നത്. അങ്ങ് ആ ഫോക്കസ് അങ്ങ് വല്ലാതെ മാറ്റിയിട്ട് അങ്ങ് വേറൊരു പോയിന്റ് നിൽക്കല്ലേ. ഭൂമി വാങ്ങാൻ അല്ലല്ല നിക്ക് സഹോദര കേൾക്കൂ. ഭൂമി വാങ്ങാൻ വൈകി എന്ന വാർത്ത കൊടുത്തിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പേര് പറ. കൈരളി ഉൾപ്പെടെ വാർത്ത കൊടുത്തോ? നിങ്ങൾ പറ. ഭൂമി വാങ്ങാൻ വൈകി എന്ന വാർത്ത ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം വന്നോ? കൈരളി ഉൾപ്പെടെ കൊടുത്ത വാർത്ത എന്താ? ഫണ്ട് മുക്കി, അതല്ലേ വിഷയം. ഫണ്ട് മുക്കിയെങ്കിൽ ദാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഫണ്ട് തിരിമറിയുടെ ആരോപണം, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാതെ വെറുതെ വന്നിട്ട് ഞാൻ ചോദിച്ചോട്ടെ, അല്ല സഹോദരൻ ചോദിച്ചോട്ടെ, അല്ല ഇപ്പൊ അങ്ങ് പറഞ്ഞത് ഇന്ന് ബാക്ക് ഔട്ട് ചെയ്യണം, അതൊരു ശരിയല്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ അതായത് ഇപ്പോൾ ഇത്തരത്തില് ഭൂമി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പ്രതിസന്ധി എന്ന് പറഞ്ഞല്ലോ. അതെപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്? ഇപ്പോൾ മാത്രമല്ല ഇനി അതിന്റെ കൂടെ തന്നെ ഒരു ചോദ്യം, സർക്കാരിനോട് രേഖാമൂലം എപ്പോഴാണ് നിങ്ങൾ ഭൂമി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടത്? എങ്ങനെയാണ്? സർക്കാരിനോട് പല കുറി, അതായത് 2-3 കത്ത് മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. മൂന്ന് കത്ത് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ നിയമസഭാ സാമാജികൻ കൂടിയല്ലേ ഇത്. ഞാൻ ചോദിക്കുന്നത് അല്ല കത്ത് തരാം, അല്ല ശരി കത്ത് തരാമെന്നേ, കത്ത് തരാം. ഒന്ന് കത്ത് തരാം. അല്ല രാഹുലിന്റെ ചർച്ച ഈ ഫണ്ട് വിവാദത്തിലാണെങ്കിൽ രാഹുലിന്റെ മറുപടി ഫണ്ട് മുക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ രാഹുലിന്റെ മറുപടി അവിടെ ഒതുങ്ങി നിൽക്കുന്നില്ല. അല്ല എന്റെ മറുപടിയുടെ കാര്യം എന്റെ അല്ല, ഞാൻ പറയട്ടെ. അപ്പം ഫണ്ടിന്റെ കാര്യത്തിൽ തീരുമാനമായോ? ഫണ്ടിലേക്ക് വരും. അങ്ങ് ഫണ്ടിലേക്ക് വരും. മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുയർന്ന പണപ്പിരിവ് വിവാദത്തിൽ മറുപടി പറയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. സാമ്പത്തിക കുറ്റവാളിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു. സുതാര്യമായാണ് സാമ്പത്തിക സമാഹരണം നടന്നത്. അത് മറിച്ച് ഒന്ന് തെളിയിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.